ശബരിമല തീർത്ഥാടകർക്ക് ഇടത്താവളമായി ഒരു മുസ്ലിം പള്ളി കോഴിക്കോട് കൊയിലാണ്ടി മിത്തലേക്കണ്ടി ജുമാ മസ്ജിദാണ് കർണാടകയിൽ നിന്നുള്ള അയ്യപ്പ സംഘത്തിന് താൽക്കാലിക ഇടത്താവളമായത്. ഇതാണ് കേരളമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് കൊയിലാണ്ടിയിലെ ഈ പള്ളി ഭാരവാഹികൾ. ഒരു കേരള സ്റ്റോറി. കേരളത്തിന് മതസാഹോദര്യം എന്നത് കേവലം വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്ന് നമ്മൾ പലകുറി തെളിയിച്ചവരാണ്. അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ ദിവസം കോഴിക്കോട് കൊയിലാണ്ടിയിൽ നടന്നു. ശബരിമലയിലേക്ക് തീർത്ഥാടനത്തിന് വേണ്ടി പോവുകയായിരുന്ന ഒരു കൂട്ടം കർണാടകയിൽ നിന്നുള്ള ഭക്തർക്ക് കുളിക്കാനും മറ്റു പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനും ഒക്കെ സൗകര്യമൊരുക്കിയത് കൊയിലാണ്ടിയിലെ ഒരു പള്ളിയായിരുന്നു. ഇവിടെ വന്ന് ധൈര്യത്തോടു കൂടി തങ്ങൾക്ക് ഇതിനുള്ള അവസരമുണ്ടോ എന്ന് ചോദിക്കുകയും അത് വളരെ സ്നേഹത്തോടു കൂടി ഈ പള്ളി അധികൃതർ ഒരുക്കി നൽകുകയും ചെയ്തു. ഇവരൊക്കെ ഈ പള്ളി ഭാരവാഹികളാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. പള്ളി സെക്രട്ടറി ഉണ്ട്, മറ്റ് ഭാരവാഹികളെല്ലാം നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് നമ്മൾ ആ ചിത്രത്തിൽ കണ്ട ആ ഒരു നിമിഷം? ഞങ്ങൾ ഏകദേശം കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 8:30 മണിക്ക് നമ്മൾ രാത്രിയുള്ള നിസ്കാരം കഴിഞ്ഞു പുറത്തിറങ്ങിയ സമയത്താണ് കുറച്ച് അയ്യപ്പ ഭക്തന്മാർ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ, കുളിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്യണം. കുറച്ച് കൂടുതൽ ആളുകളുണ്ടാകുന്ന പറയുന്നത് നമ്മൾ എന്തായാലും അവർക്ക് ചെയ്തു. പക്ഷേ നമുക്ക് ഇവിടെ ഫെസിലിറ്റി കുറവാണ്. കാരണം പള്ളിയിൽ അത്ര കൂടുതൽ കുളിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ അവിടെയുള്ള ഇവിടെയുള്ള സൗകര്യങ്ങളൊക്കെ കാണിച്ചാൽ അവർ പറഞ്ഞു ഞങ്ങളിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം, നമുക്ക് യാതൊരു പ്രശ്നമില്ല. പിന്നെ അവർക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്, കാരണം ഭക്തരായതുകൊണ്ടും വ്രതം ഉള്ളതുകൊണ്ടും എന്ത് കഴിക്കും എന്ത് കുടിക്കുമെന്നൊന്നും നമുക്കൊരു നിശ്ചയമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ വെള്ളവും സോഡ പോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് കൊടുത്തു. അപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും ഭക്ഷണം, വേറെ സൗകര്യം വേണമെന്ന് ചോദിച്ചാൽ സമയത്ത് ഒന്നും വേണ്ട, എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്കുണ്ട്. അങ്ങക്ക് ഇപ്പം ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചപ്പോൾ ഇതിൽ എന്തെങ്കിലും വിശ്വാസപരമായിട്ടുള്ള പിഴവുണ്ടോ, അങ്ങനെ ഒരു തോന്നൽ അങ്ങേ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു? ഇല്ല, വിശ്വാസപരമായിട്ട് അവരുമായിട്ടുള്ളൊരു ഇടങ്ങേറോ ബുദ്ധിമുട്ടോ നമുക്കില്ല. അവർ വന്ന് നമ്മളോട് ചോദിച്ചപ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഉണ്ടാകുന്നത്. അവർ നമ്മളോടൊന്ന് ചോദിച്ചല്ല, നമുക്കിവിടെ അബൂക്കർക്ക് പറഞ്ഞതുപോലെ ഫെസിലിറ്റി കുറവാണ്. നമ്മൾ ഇവിടുള്ള ഫെസിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ളത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതസാഹോദര്യത്തിനൊക്കെ ഒരുപാട് പേര് കേട്ട നാടാണ് കേരളം. അത് കേരളത്തിൽ നിന്നുള്ള ഭക്തരല്ല, അവർ കർണാടകയിൽ നിന്നുള്ള ആളുകളാണ്. 2 വാഹനങ്ങളിലായി എത്തിയവരാണ്. അവർക്ക് ഇങ്ങനെ ഒരു കേരളത്തിലൊരു മുസ്ലിം പള്ളിയിൽ വന്ന് ഞങ്ങൾ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കട്ടെ എന്ന് ചോദിക്കാൻ അവർക്ക് ധൈര്യം തോന്നിയതിൽ നമ്മൾ അഭിമാനിക്കണം കേരളീയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളം ഇങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കാനാണ് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മുനീഫ് തിരൂരിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.